Good morning. നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് കോൺസെപ്റ്റ്സുകളാണ് അല്ലേ? അക്കൗണ്ടൻസിയിലെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. ഇനി ആ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ അക്കൗണ്ടൻസിയുടെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനിയാണ് പ്രോബ്ലംസിലേക്ക് നമ്മൾ വരുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് അല്ല, റെക്കോർഡിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ റെക്കോർഡിങ്ങിൻ്റെ ബേസിക് ആസ്പെക്ട്സിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ, ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മണി ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതെടുത്താൽ അതിൽ രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. എന്തൊക്കെയാണ് രണ്ട് ആസ്പെക്ട്? റിസീവിങ് ആൻഡ് ഗിവിങ്. നമ്മൾ ബിസിനസ്സിൻ്റെ വ്യൂവിലൂടെ വേണം കാണാൻ. ബിസിനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വരാനുള്ളത്, അതാണ് റിസീവിങ്. ഗിവിങ്, ബിസിനസ്സിൽ നിന്ന് പോയത്, പോകാനുള്ളത്. ഇപ്പം റിസീവിങ് ആസ്പെക്റ്റിനെ അക്കൗണ്ടൻസിയിൽ ഡെബിറ്റ് എന്ന് പറയും, ഗിവിങ് ആസ്പെക്റ്റിനെ അക്കൗണ്ടൻസിയിൽ ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ബിസിനസിന്റെ വ്യൂവിലൂടെ നോക്കുമ്പോൾ. ഒന്ന് റിസീവിങ് ആൻഡ് ഗിവിങ്, മീൻസ് റിസീവിങ് ബൈ ദ ബിസിനസ്, ബിസിനസ്സിലേക്ക് റിസീവ് ചെയ്യുന്നത്. മറ്റൊന്ന് ബിസിനസ് കൊടുക്കുന്നത്, ഗിവിങ് ആസ്പെക്ട്, ബിസിനസ്സിലേക്ക് വരുന്നത്, വരാനുള്ളത്, ബിസിനസ്സിൽ നിന്ന് പോയത്, പോകാനുള്ളത്. റിസീവിങ് ആസ്പെക്ട്, ഗിവിങ് ആസ്പെക്ട്. റിസീവിങ് ആസ്പെക്ടിന് പറയുന്ന പേര് ഡെബിറ്റ്, ഗിവിങ് ആസ്പെക്ടിന് പറയുന്ന പേര് ക്രെഡിറ്റ്. ഈ ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റും ക്രെഡിറ്റും എഴുതി വെക്കുന്നതിനെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. നിങ്ങൾ ബുക്ക് കീപ്പിംഗ് എന്ന വാക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ പാർട്ടാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫയിങ് പാർട്ടാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നതാണ് ആക്ച്വലി അക്കൗണ്ടിങ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫയിങ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ബുക്ക് കീപ്പിങ്ങിൽ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു സംഭവമില്ല. അക്കൗണ്ടിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഡാറ്റകളുണ്ട്. ബുക്ക് കീപ്പിങ്ങിൽ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നില്ല, അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നുണ്ട്. ബുക്ക് കീപ്പിംഗ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ജഡ്ജ് ചെയ്യുന്നില്ല, അക്കൗണ്ടൻസിയിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി എടുത്ത് ഫിനാൻഷ്യൽ പൊസിഷൻ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ബുക്ക് കീപ്പിങ്ങിന് സബ് ഫീൽഡുകളില്ല, ബ്രാഞ്ചുകളില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് സബ് ഫീൽഡുകളുണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ പലതരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. എന്താ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബോത്ത് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. വാട്ട് ഡു യു മീൻ ബൈ ഡെബിറ്റ്? Receiving aspect of a transaction. What do you mean by credit? Giving aspect of a transaction. ഇത് രണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ആൻഡ് ദിസ് ഇസ് ദ ഓൺലി സയന്റിഫിക് വേ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. ആൻഡ് വാട്ട് ഈസ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ? ഫോർ എവറി ഡെബിറ്റ് there is a corresponding credit. For every credit there is a corresponding debit. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഡെബിറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ എമൗണ്ട്സ് ആയിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആദ്യം പറയാം. ഇപ്പം ബിസിനസ്സിലേക്ക് നമ്മൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഇതാണ് ട്രാൻസാക്ഷൻ. മെഷീനറി പർച്ചേസ്ഡ് ബൈ ദ ബിസിനസ് ഫോർ ക്യാഷ്. സോ വാട്ട് ഹാപ്പൻസ്? നമുക്ക് രണ്ട് ആസ്പെക്ട് കണ്ടുപിടിക്കണം. ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ആസ്പെക്ട് കണ്ടുപിടിക്കണം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മെഷീനറി കാശ് കൊടുത്ത് വാങ്ങി. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വന്നു? മെഷീനറി വന്നു. ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി.
ഇപ്പോൾ 50,000 റുപ്പീസിനാണ് മെഷീനറി വാങ്ങിയിട്ടുള്ളതെങ്കിൽ 50,000 റുപ്പീസിന്റെ മെഷീനറി വന്നു. അത് വാങ്ങിയ വകയിൽ 50,000 റുപ്പീസ് ക്യാഷ് പോയി. ഇത് നമ്മൾ എങ്ങനെ എഴുതി വെക്കും? മെഷീനറി ഡെബിറ്റ് 50,000, cash credit 50,000, meaning machinery has come in machinery debit worth rupees 50,000. Cash has gone out, so cash credit 50,000. ഇത് രണ്ടും എഴുതി വെച്ചാലേ പൂർണ്ണമാവുള്ളൂ. ഇപ്പൊ രാമന്റെ കയ്യിൽ നിന്ന് മെഷീനറി 50,000 റുപ്പീസിന് ബിസിനസ് കടം വാങ്ങി എന്നിരിക്കട്ടെ. അപ്പൊ എങ്ങനെ റെക്കോർഡ് ചെയ്യും? മെഷീനറി വന്നു, റിസീവിംഗ് ഡെബിറ്റ് 50,000. ക്യാഷ് പോയോ? പോയില്ല. പക്ഷേ രാമന് പൈസ കൊടുക്കാനുള്ള ലയബിലിറ്റി വന്നു. സോ രാംസ് അക്കൗണ്ട്, ഐ മീൻ ലയബിലിറ്റി ടുവേർഡ്സ് രാമന് കൊടുക്കാനുണ്ട്, 50,000 കൊടുക്കാനുണ്ട്. ഇപ്പൊ ലയബിലിറ്റി ടുവേർഡ്സ് രാം, അതാണ് ക്രെഡിറ്റ്. അപ്പൊ മെഷീനറി വന്നത് ഡെബിറ്റ്, രാമന് കൊടുക്കാനുണ്ട് എന്നുള്ളത് ക്രെഡിറ്റ്, റിസീവിംഗ് ഗിവിംഗ്, ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എഴുതി വെക്കുന്നത് മെഷീനറി ഹാസ് കം ഇൻ ഡെബിറ്റ് 50,000, machinery debit. Ram, credit means amount is due to Ram in respect of machinery purchase. Machinery purchase ചെയ്ത വകയിൽ രാമന് പൈസ കൊടുക്കാനുണ്ട്, മെഷീനറി വന്നു, പൈസ കൊടുക്കാനുണ്ട്. അതാണ് ഡെബിറ്റ് ക്രെഡിറ്റ്. അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ടാണ് നമ്മൾ റെക്കോർഡ്. സോ ഇതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഫോർ എവരി ഡെബിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്, ഫോർ എവരി ക്രെഡിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ഡെബിറ്റ്. ഇതാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. Hope you understand. Okay, we will continue this class later.